അങ്ങനെ ഇക്കൊല്ലവും വേനലിൻ്റെ വരവറിയിച്ചുകൊണ്ട് മാവ് നന്നായിട്ട് പൂത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇലപൊഴിയും ശിശിരം. പാട്ടൊക്കെ അടിപൊളിയാണ്, പക്ഷേ മുറ്റത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇൻ്റർലോക്ക് ഇട്ട ഭാഗത്തും അല്ലാത്ത ഭാഗത്തെല്ലാം കരിയില കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലീനിങ്ങിനൊക്കെ വരുന്ന താത്ത സുഖമില്ലാതെ കിടക്കായതുകൊണ്ട് നമ്മൾ തന്നെ ഇറങ്ങുക മാത്രമായിരുന്നു ആകെ ഉണ്ടായിരുന്ന വഴി. അതിനിടയിൽ കുറച്ച് ദിവസം എൻ്റെ വീട്ടിലേക്ക് നിൽക്കാൻ പോയി. മോന് ഒരു ചെറിയ സ്കോളർഷിപ്പ് എക്സാമിൽ ഫങ്ഷൻ ഉണ്ടായിരുന്നു. ശേഷം എല്ലാവരും കൂടി ബ്രോസ്റ്റെല്ലാം വാങ്ങി കഴിച്ചു. ലെഗ് പീസിനുള്ള അടിപിടിയാണ് ഇപ്പോൾ കണ്ടത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മടങ്ങുകയാണ്. നാട്ടിലേക്ക് പോകുന്ന വഴിയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചുരം പോലെയുള്ള ഏരിയയാണിത്. ഇവിടെ എത്തുമ്പോൾ മനസ്സിന് വളരെ ഒരു സുഖമാണ്. കുറച്ച് മുന്നേ ഇവിടെ ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ അതെല്ലാം വെട്ടി. അങ്ങനെ വീണ്ടും നമ്മൾ ഒറ്റയ്ക്കുള്ള ഒരു ലൈഫിലേക്ക് പോവുകയാണ്. കുറേ കാലം ഈ വീട് അടച്ചു പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇനി അങ്ങനെ വേണ്ടാന്നുള്ളത് എൻ്റെ ഒരു തീരുമാനമാണ്. പറ്റുന്ന പോലെയെല്ലാം നിൽക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. 2 ആഴ്ച കഴിഞ്ഞ് പോയതേ അറിഞ്ഞില്ല. വീട്ടിലെത്തിയപ്പോൾ ഇതായിരുന്നു വീണ്ടും അവസ്ഥ. നന്നായിട്ട് ക്ലീനാക്കി ഇതുപോലെ ഷീറ്റൊക്കെ വിരിച്ച് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ വന്നപ്പോൾ ഇതായിരുന്നു അവസ്ഥ. ഷീറ്റെല്ലാം ഫുള്ളായിട്ടുണ്ട്. മോനെ സ്കൂളിലെല്ലാം പോയി. മുറ്റം വീണ്ടും പഴയ പോലെയൊക്കെ ക്ലീൻ ചെയ്തു. നോക്കുമ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീനിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഡ്രൈനായി പോവുകയാണ്. അങ്ങനെ ഒരാൾ വന്ന് അത് ചെക്ക് ചെയ്തു, നന്നാക്കി വെച്ചു. ചെടികളെല്ലാം ഉണങ്ങി ഒരുവിധമായിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അതെല്ലാം ഒന്ന് നനച്ചു കൊടുത്തു. ഇനി നല്ല വേനൽ വരാൻ പോവാണ്. ഇപ്പോഴേ നന്നായിട്ട് വാടി പോയിട്ടുണ്ട്. ഇത് അബിയൂണിൻ്റെ ചെടിയാണ്. ബട്ടർ ഫ്രൂട്ട്, അതുപോലെ മൾബറി, പേരക്ക, മാവ്, ചാമ്പക്ക, ചിക്കു ഇതൊക്കെ നട്ടിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഇത് തന്നെയാണ്, മൾബറി. അതിലിങ്ങനെ കായ പുതുതായി വന്നിട്ടുണ്ട്. ദെൻ ഇതാണ് നമ്മുടെ തോട്ടം. 1 ഇയർ ആയിട്ടുള്ള തൈകളെല്ലാം വെച്ചിട്ട് പഴയ വീഡിയോസിലുണ്ട്. അന്ന് കുഞ്ഞു തൈകളായിരുന്നു. മാങ്ങ അതുപോലെ കണ്ണിമാങ്ങയായി വന്നിട്ടുണ്ട്. മോളുറങ്ങുന്ന സമയം നോക്കിയിട്ട് ക്ലീനിങ്ങിന് ഇറങ്ങി. സംഭവം ഇങ്ങനെ അടിച്ചു വരാൻ രസമൊക്കെ തന്നെയാണ്. പക്ഷേ ഡെയിലി ഇതുപോലെ ഇല വീണ് കിടക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് നോട്ട് ഇൻട്രസ്റ്റിംഗ്. ശരിക്കും മടുപ്പാണ്. അങ്ങനെ ആ പണിയും കഴിഞ്ഞ് മുറ്റമെല്ലാം ക്ലീനായി. അപ്പോൾ എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഓക്കെ, ബൈ.